എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്യാമള. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥ കർമ്മഫലം. അത് നാം അനുഭവിച്ച് തന്നെ തീരണം. 10,000-കണക്കിന് പശുക്കൾ മേയുന്ന ഒരു മൈതാനത്തിലേക്ക് ഒരു പശുക്കുട്ടിയെ അയച്ചു വിട്ടാൽ അത് തൻ്റെ തള്ളപ്പശുവിൻ്റെ അടുത്തേക്ക് തന്നെ ചെന്ന് ചേരുന്നത് പോലെ നാം എത്ര ഉയർന്ന പദവിയിലിരുന്നാലും എവിടെ പോയിട്ട് ഒളിച്ചാലും കർമ്മഫലം അത് നമ്മെ തേടി വരിക തന്നെ ചെയ്യും. ഇതിന് ഉദാഹരണമായിട്ട് ഭീഷ്മ പിതാമഹൻ യുധിഷ്ഠിരനോട് പറയുന്നൊരു കഥയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. മഹാഭാരത യുദ്ധം അവസാനിച്ചു. ഭീഷ്മ പിതാമഹൻ സ്വച്ഛന്ത മൃത്യു ആകയാൽ ഉത്തരായനം കാത്തിട്ട് ശരശയ്യയിൽ കിടപ്പാണ്. പാണ്ഡവന്മാർക്ക് തങ്ങളുടെ രാജ്യമൊക്കെ തിരിച്ചു കിട്ടി. യുധിഷ്ഠിരൻ രാജാവായി. പക്ഷേ ചക്രവർത്തി പദം അലങ്കരിക്കുന്ന സമയത്തും യുധിഷ്ഠിരന് ദുഃഖം മാത്രമേ ഉള്ളൂ. ഇത്രയും വലിയ വിപത്തിനൊക്കെ കാരണം താനല്ലേ, അല്ലെങ്കിൽ തൻ്റെ സ്വാർത്ഥതയാണല്ലോ ഇത്രയും പേരുടെ മരണത്തിനും അനാഥത്വത്തിനും ഒക്കെ കാരണം എന്ന ചിന്തയിൽ വെന്ത് നീറുകയാണ് യുധിഷ്ഠിരൻ. ആ സമയത്ത് ഭഗവാൻ കൃഷ്ണൻ പാണ്ഡവരെ കൂട്ടി ഭീഷ്മ പിതാമഹൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. യുധിഷ്ഠിരൻ്റെ എല്ലാ വിഷമങ്ങളും സംശയങ്ങളും ഒക്കെ തീർക്കാൻ ഭീഷ്മർക്ക് മാത്രമേ കഴിയൂ എന്നാണ് ഭഗവാന്റെ അഭിപ്രായം. അങ്ങനെ യുധിഷ്ഠിരൻ തൻ്റെ പല സംശയങ്ങളും പിതാമഹനോട് ചോദിക്കുന്നു. അതിനെല്ലാം ഭീഷ്മർ തക്കതായ മറുപടി നൽകുന്നുണ്ട്. ഇനി നമുക്ക് കഥയിലേക്ക് കടക്കാം. യുധിഷ്ഠിരൻ പറയുന്നു, പിതാമഹ, പല വിധത്തിലുള്ള ശാന്തിവാക്യങ്ങൾ പറഞ്ഞിട്ടും എൻ്റെ മനസ്സിന് കാര്യമായി ശാന്തി ലഭിക്കുന്നില്ല. ശരീരമാകെ ശരങ്ങൾ തറച്ച് മുറിപ്പെട്ട് കടുത്ത വ്രണങ്ങളോട് കൂടി അങ്ങയുടെ കിടപ്പ് കാണുമ്പോൾ എനിക്ക് എങ്ങനെ സമാധാനം ലഭിക്കും? ഒരു കാര്യം ചിന്തിക്കുമ്പോൾ ദുര്യോധനൻ ഭാഗ്യവാനാണ്. അവൻ ഈ നിലയിൽ കിടക്കുന്ന അങ്ങയെ കാണുന്നില്ലല്ലോ. ഈ ഉള്ളവൻ മഹാപാപിയാണ്. അങ്ങേക്ക് അന്തകനായത് ഞാനല്ലേ. അതുകൊണ്ട് മരിക്കുന്നതാണ് നല്ലത് എന്ന് ഞാൻ വിചാരിക്കുന്നു. വിധി ഞങ്ങളെ പാപികളാക്കി തീർത്തു. ഈ പാപം തീർന്നെങ്കിൽ അടുത്ത ജന്മത്തിലെങ്കിലും ഗുണം കിട്ടിയേനെ. അതുകൊണ്ട് അങ്ങേക്ക് എന്നിൽ പ്രിയമുണ്ടെങ്കിൽ എനിക്ക് വേണ്ട ഉപദേശം നൽകിയാലും. ഭീഷ്മർ പറഞ്ഞു, അല്ലയോ ധർമ്മജ, നീ എന്താണ് വിചാരിക്കുന്നത്? പരതന്ത്രമായ ആത്മാവിനെയാണോ നീ ഹേതുവായി കരുതുന്നത്? നിന്റെ ആത്മാവ് സ്വതന്ത്രമല്ല. അത് ദൈവത്തെയും വിധിയെയും കാലത്തെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അതിനെ നീ എങ്ങനെ കുറ്റപ്പെടുത്തും? അതിൻ്റെ പ്രവൃത്തി സൂക്ഷ്മമാണ്. അത് ഇന്ദ്രിയങ്ങളാൽ അറിയാൻ കഴിയുന്നതല്ല. അതിന്ദ്രിയമാണ് അത്. അതിന് ഉദാഹരണമായിട്ട് ഞാനൊരു കഥ പറയാം, ശ്രദ്ധിച്ചു കേൾക്കൂ. കാലത്തിൻ്റെ കഥ. ഗൗതമി എന്നൊരു വൃദ്ധ ബ്രാഹ്മണ സ്ത്രീയുടെ പുത്രൻ പാമ്പ് കടിയേറ്റു മരിച്ചു. അർജുനൻ എന്നു പേരുള്ള ഒരു വേടൻ ഈ പാമ്പിനെ പിടിച്ചു കെട്ടി ഗൗതമിയുടെ മുന്നിൽ കൊണ്ടുവന്നു. വേടൻ പറഞ്ഞു, അമ്മേ, ഈ അധമനായ സർപ്പമാണ് അമ്മയുടെ മകനെ കടിച്ചു കൊന്നത്. ഭവതിയുടെ പുത്രനെ കൊന്ന ഈ പാപി ജീവിക്കാൻ പാടില്ല. അമ്മ പറയൂ, എങ്ങനെയാണ് ഇവനെ കൊല്ലേണ്ടത്? കഷ്ണം കഷ്ണമായി വെട്ടി നുറുക്കിയാണോ, അതോ എരുതിയിലിട്ട് ദഹിപ്പിക്കണോ? അത്യന്തം പ്രാജ്ഞയായ ഗൗതമി പറഞ്ഞു, എടോ അർജുന, ഈ സർപ്പത്തെ കൊല്ലരുത്. അതിനെ കെട്ടഴിച്ചു വിടുക. വരേണ്ടത് വന്നു. ഈ സർപ്പത്തെ കൊന്നതുകൊണ്ട് എൻ്റെ പുത്രൻ ജീവിക്കുകയില്ല. പിന്നെ നീ എന്തിനാണ് അതിനെ കൊന്ന് നിന്റെ പാപം വർദ്ധിപ്പിച്ച് ആത്മാവിന് ഭാരമേൽപ്പിക്കുന്നത്? വ്യാധൻ പാമ്പിനെ മോചിപ്പിക്കാൻ തയ്യാറായില്ല. അവൻ പറഞ്ഞു, മനഃശാന്തിയെ കൊതിക്കുന്ന ജനങ്ങൾ എല്ലാം കാലക്കേട് കൊണ്ടുവന്നു എന്ന് പറയുന്നു. എന്നാൽ പ്രായോഗിക മനുഷ്യൻ അതല്ല ചെയ്യുക. ഇത്തരക്കാരെ കയ്യിൽ കിട്ടിയാൽ അപ്പോൾ തന്നെ കാച്ചിക്കളയും. ഗൗതമി പറഞ്ഞു, അല്ലയോ ലുബ്ധകൻ പറയുമ്പോൾ വേട, എന്നെപ്പോലെയുള്ളവർ ഇത്തരം ദൗർഭാഗ്യത്തിൽ ദുഃഖിച്ച് കരയുകയില്ല. എൻ്റെ മകൻ്റെ മരണം വിധി മുൻകൂട്ടി തന്നെ നിശ്ചയിച്ചിട്ടുള്ളതാണ്. എനിക്ക് സർപ്പത്തിനോട് കോപമില്ല. കോപം ദുഃഖത്തിലേ എത്തുകയുള്ളൂ. അതുകൊണ്ട് നീ ആ സർപ്പത്തെ വിട്ടയക്കുക. വേടൻ പിന്നെയും പലതും പറഞ്ഞ് പാമ്പിനെ കൊല്ലാനുള്ള അനുമതി ഗൗതമിയിൽ നിന്നും വാങ്ങാൻ ശ്രമിച്ചു. എന്നാൽ മഹാശയായ അവർ ശാന്തചിത്തയായി പാമ്പിനെ വിട്ടയക്കുന്നതിന് ലുബ്ധകനെ പ്രേരിപ്പിക്കുകയാണ് ചെയ്തത്. നല്ല ബലമുള്ള ചരടുകൊണ്ട് വരിഞ്ഞു കെട്ടുക മൂലം സർപ്പം വേദന അനുഭവിക്കുന്നുണ്ടായിരുന്നു. അത് നെടുവീർപ്പിട്ടുകൊണ്ട് മനുഷ്യവാക്കിൽ ഇപ്രകാരം പറഞ്ഞു, അല്ലയോ അർജുന, ഞാൻ തെറ്റ് ചെയ്തു എന്ന് പറയുന്നത് ബാലിശമാണ്. ഞാൻ കാര്യലാഭത്തിനു വേണ്ടിയോ കോപം മൂലമോ അവനെ കടിച്ചതല്ല. മൃത്യുവിൻ്റെ ആജ്ഞപ്രകാരമാണ് ഞാൻ കുട്ടിയെ കടിച്ചത്. ഇതിൽ കുറ്റക്കാരൻ ഞാനല്ല, മൃത്യുവാണ്. വ്യാധൻ പറഞ്ഞു, എടോ സർപ്പമേ, നീ അന്യൻ്റെ പ്രേരണയ്ക്ക് വശകനായി അശുഭമായ കാര്യം ചെയ്തു. അതുകൊണ്ട് നീ ചെയ്ത തെറ്റ് ഒഴിവാകുന്നതല്ല. നീയും അതിൽ പങ്കാളിയല്ലേ. അതുകൊണ്ട് നീയും പാപി തന്നെ. സർപ്പം പറഞ്ഞു, ഞാനൊരു ഉപകരണം മാത്രമാണ്. യഥാർത്ഥ കുറ്റവാളി മൃത്യുവാണ്. വ്യാധൻ പറഞ്ഞു, നീ ഉപകരണമാണെങ്കിൽ തന്നെ നിന്റെ കടിയേറ്റല്ലേ കുട്ടി മരിച്ചത്. ഇപ്പോൾ നീ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നോക്കുന്നു. അത് എൻ്റെ തെറ്റല്ല, അതിന് ഹേതു ഞാനല്ല എന്നൊക്കെ പറയുന്നു. ഇതൊക്കെ കുറ്റം ചെയ്തവരുടെ സ്വഭാവമാണ്. നിന്നെ കൊല്ലാതെ വിടാൻ യാതൊരു ന്യായവും ഞാൻ കാണുന്നില്ല. ഈ സമയത്ത്
മൃത്യു എന്ന പ്രേരകൻ മനുഷ്യരൂപമെടുത്ത് അവരുടെ മുന്നിലെത്തി പറഞ്ഞു, അല്ലയോ പന്നകമേ, കുട്ടിയുടെ മരണത്തിന് കാരണം നീയല്ല, ഞാനുമല്ല. കാലത്തിൻ്റെ പ്രേരണയാൽ ഞാൻ നിന്നെ പ്രേരിപ്പിച്ച് കുട്ടിയെ കടിക്കുവാൻ വിട്ടതാണ്. ഞാൻ കാലത്തിൻ്റെ വശവർത്തിയാണ്. കാലത്തിന് അധീനത്തിലാണ് എൻ്റെ നില. ലോകം കാലാത്മകമാണ് എന്ന് നീ ധരിക്കുക. ഇതൊക്കെ നിനക്കും അറിവുള്ളതാണല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് നീ എന്നിൽ കുറ്റം ആരോപിക്കുന്നത്? സർപ്പം പറഞ്ഞു, അല്ലയോ മൃത്യുവോ, നീ ദോഷിയാണെന്നോ നിർദോഷിയാണെന്നോ ഞാൻ പറഞ്ഞില്ല. നീ എന്നെ പ്രേരിപ്പിച്ചു എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. എന്നിൽ നിന്ന് ദോഷം നീങ്ങിക്കിട്ടണമെന്നേ എനിക്ക് ആഗ്രഹമുള്ളൂ. സർപ്പം അർജുനകനോടായിട്ട് പറഞ്ഞു, എടോ ലുബ്ധക, മൃത്യു പറഞ്ഞു നീ കേട്ടില്ലേ? കുറ്റം ചെയ്യാത്തവനായ എന്നെ ഇങ്ങനെ കയറുകൊണ്ട് വരിഞ്ഞു കെട്ടിയിരിക്കുന്നത് നല്ലതാണോ? എന്നെ പീഡിപ്പിക്കാതെ ഇരിക്കുക. ലുബ്ധകൻ പറഞ്ഞു, ഞാൻ കേട്ടു. നീയും മൃത്യുവും ബാലനാശത്തിന് ഒരുപോലെ കാരണക്കാരാണ്. ഹേതു ഒരിക്കലും ഹേതുവല്ലാതെ ആകുകയില്ല. സാധുക്കളെ തപിപ്പിക്കുന്ന ദുഷ്ടനും ക്രൂരനുമായ മൃത്യുവിനെ ഞാൻ ധിക്കരിക്കുന്നു. പാപിയായി ഭവിച്ച നിന്നെ ഞാൻ വധിക്കും. മൃത്യു പറഞ്ഞു, ലോകത്തിൽ നടക്കുന്ന സകല ജ്യേഷ്ഠകൾക്കും സകല ചലനങ്ങൾക്കും പ്രേരകമായത് കാലം ഒന്നു മാത്രമാണ്. ഞങ്ങൾ രണ്ടുപേരും സ്വതന്ത്രരല്ല. ഞങ്ങൾക്ക് തോന്നിയതുപോലെ ഒരാളെ കൊല്ലാനുള്ള കഴിവില്ല. ഉണ്ടെന്ന് തോന്നുന്നത് വെറും തെറ്റിദ്ധാരണയാണ്. കാലം കൽപ്പിക്കുന്ന പണി ഞങ്ങൾ ഓരോരുത്തരും ചെയ്യുകയാണ്. ഇപ്രകാരം ലുബ്ധകനും മൃത്യുവും സർപ്പവും കൂടി ഒരു തീരുമാനത്തിലും എത്താതെ വാഗ്വാദം നടത്തിക്കൊണ്ടിരിക്കെ കാലം അവിടെ പ്രത്യക്ഷമായി. കാലം അവരോടെല്ലാവരോടുമായിട്ട് പറഞ്ഞു, കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടതിൽ കുറ്റക്കാരൻ ഞാനല്ല, മൃത്യുവോ സർപ്പമോ അല്ല. പ്രാണികളുടെ നാശത്തിൽ നമ്മൾ ആരുമല്ല കുറ്റക്കാർ. ആ കുട്ടിയുടെ കർമ്മം മൂലം അവൻ അല്പായുസായി. അവൻ പൂർവ്വജന്മത്തിൽ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമായി അങ്ങനെ ഒരു ദോഷം അവന് സംഭവിച്ചു. അവൻ എന്ത് കർമ്മം ചെയ്തുവോ അതാണ് അവൻ്റെ നാശത്തെ ഉണ്ടാക്കിയത്. തണലും വെയിലും തമ്മിൽ എപ്പോഴും ചേർന്ന് നിൽക്കുന്ന മാതിരി കർത്താവും കർമ്മവും തൻ്റെ പ്രവൃത്തിയും താനും എപ്പോഴും ചേർന്ന് നിൽക്കുന്നു. അതുകൊണ്ട് കുട്ടിയുടെ മരണത്തിൻ്റെ കാരണം കൂടി തന്നെയാണ് അവൻ്റെ കർമ്മം തന്നെയാണ് കാരണം. ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന ബ്രാഹ്മണി പറഞ്ഞു, ലുബ്ധക, കാലം പറഞ്ഞു നീ കേട്ടില്ലേ? സ്വന്തം കർമ്മം കൊണ്ട് തന്നെ ഈ ബാലൻ മരിക്കാൻ കാരണമായി. എൻ്റെ മകൻ പോകത്തക്ക ദുഷ്കർമ്മം ഞാനും ചെയ്തിരിക്കുന്നു. കാലനും മൃത്യുവും പൊയ്ക്കൊള്ളട്ടെ. പിടിച്ചു കെട്ടിയിരിക്കുന്ന സർപ്പത്തെ നീ അഴിച്ചുവിടുക. ഭീഷ്മർ പറയുന്നു, യുധിഷ്ഠിര, ഭവാൻ ഇനി ദുഃഖിക്കരുത്. ലോകം സ്വന്തം കർമ്മവശമാണ്. അവരവരുടെ കർമ്മത്തെ എല്ലാവരും പ്രാപിക്കും. കുരുക്ഷേത്ര യുദ്ധത്തിന് ഉത്തരവാദി നീയല്ല, ദുര്യോധനുമല്ല. മന്നവന്മാരൊക്കെ മരിക്കുന്നതിനിടയായ ഈ യുദ്ധം കാലത്താൽ കൃതമാണ് എന്ന് ധരിക്കുക. ഇതോടുകൂടി ഈ കഥ നമുക്കിവിടെ അവസാനിപ്പിക്കാം. നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മത്തിൻ്റെയും ഫലം നമ്മൾ അനുഭവിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് വേറൊരാളാണ് ചെയ്ത്, അവനാണ് ചെയ്ത്, അല്ലെങ്കിൽ വേറൊരാളാണ് ചെയ്ത്. ഒരിക്കലും അല്ല, നമ്മൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത് എന്ന് കരുതി എല്ലാം ഭഗവാനിൽ അർപ്പിച്ച് ജീവിക്കാൻ നമുക്ക് ശ്രമിക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ കഥയെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ കഥ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി വേറൊരു കഥയുമായിട്ട് കാണാം. എല്ലാവർക്കും നമസ്കാരം.